നിങ്ങൾ പുരുഷന്മാർക്ക് മാത്രമല്ല ഞങ്ങൾക്ക് സ്ത്രീകൾക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലേ? ഒരു സ്ത്രീക്ക് ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ് ആയാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. സത്യത്തിൽ പണ്ടൊരു ആഡില് പറഞ്ഞതുപോലെ ശരിയാണ്. അപ്പൊ അതായത് ആ ഒരു അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കട്ടെ. അതായത് പല ഓറിയന്റേഷനുകളല്ലേ. ഇപ്പോൾ ഓരോരുത്തർ ബൈസെക്ഷൽ ആയിട്ടുള്ളവരുണ്ട്, ഹെട്രോസെക്ഷൽ ആയിട്ടുള്ളവരുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അതുപോലെ തന്നെ അതിൽ തന്നെ ഒരു പാർട്ട്ണറെ വെച്ച് ജീവിക്കണം എന്ന് ഇഷ്ടപ്പെടുന്നവരുണ്ട്, 2 ഉണ്ട് 3 ഉണ്ട്. അതിൽ ഞാൻ ഡെമിസെക്ഷൽ ആണെന്നാണ് എനിക്ക് ഇതുവരെയുള്ള ഒരു തോന്നൽ. ഡെമിസെക്ഷൽ മീൻസ് എനിക്കൊരാളോട് ബുദ്ധിപരമായിട്ടും ഇമോഷണൽ കണക്ഷനും ഉണ്ടായാൽ മാത്രമേ എനിക്ക് അയാളോട് സെക്ഷലി കണക്റ്റഡ് ആവാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് ഒരാളോട് ഇഷ്ടം തോന്നി, അടുത്ത ആഴ്ച മറ്റൊരാൾ ഇഷ്ടം തോന്നുന്നു എന്ന് വെച്ചാൽ, പക്ഷെ എനിക്ക് അയാളുടെ വ്യക്തിത്വത്തിനോടായിരിക്കാം ഇഷ്ടം തോന്നുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ അയാളുടെ സ്വഭാവം, അയാളുടെ പെരുമാറ്റം കണ്ടായിരിക്കാം നമ്മൾ ആകർഷിക്കപ്പെടുന്നത്. അതായത് അതൊരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ അല്ല. എനിക്ക് തോന്നുന്നില്ല ലേഡീസ് അങ്ങനെ സെക്ഷൽ ഫ്രസ്ട്രേഷന് പുറകെ പോകുന്നവരാണ്. അതും ഞാൻ പറയുന്നില്ല. സെക്ഷൽ ഫ്രസ്ട്രേഷന്റെ പുറകെ പോവുകയാണെങ്കിലും അവരെ കാര്യം ചെയ്യുന്നു. നിങ്ങളെന്തിനാ അവരെ കാര്യം? ഒരാളുടെ നിങ്ങളുടെ മൂക്കിന്റെ തുമ്പിൽ ഞാൻ വന്ന് തൊടുന്ന വരെ നിങ്ങൾക്ക് ഉള്ള സ്വാതന്ത്ര്യം ഞാൻ ഹനിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അത് ഞാൻ നിങ്ങളെ മൂക്കിന്റെ തുമ്പ് വന്ന് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്രൈമായിട്ട് എടുക്കാം അല്ലേ? അതെ അതെ അതെ, ഞാനത് എതിര് പറഞ്ഞതല്ല. അത് ഇപ്പം അനുപമ പറഞ്ഞ ഓപ്പോസിറ്റ് പറഞ്ഞ സ്ത്രീകൾ അവള് മാത്രം കുലസ്ത്രീ ആവാൻ ശ്രമിച്ചതിനെ കൊണ്ട് കണ്ടീഷനിങ് ഉണ്ട്. സറൗണ്ടിങ്സ് എപ്പോഴും കണ്ടീഷനിങ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ സറൗണ്ടിങ്സ് എപ്പോഴും ഈ ടാബൂസിൽ വിശ്വസിച്ച് അതിൽ ഈ കുലകളെ സൃഷ്ടിച്ച് ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്നും സമ്മതിച്ചു തരില്ല. എന്തെങ്കിലും ഒന്നും സമ്മതിച്ചു തരാമല്ലോ. അല്ല, നിങ്ങൾ എവിടെയും തൊടാത്ത പോലെ സംസാരിക്കുമ്പോഴാണ് നിങ്ങളെ ഞങ്ങൾ സംസാരിച്ചത്. ഐ ആം ഡെമിസെക്ഷൽ. എനിക്ക് സ്നേഹമുള്ള ഒരാളോട് മാത്രമേ ശരീരം പങ്കിടാൻ പറ്റുള്ളൂ. കറന്റ്ലി ഒരാളോടെ സ്നേഹം തോന്നുള്ളൂ. എത്ര കാലം സ്നേഹം തോന്നും? അത് അയാൾ എന്നോട് പെരുമാറുന്ന അനുസരിച്ചിരിക്കും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇയാള് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും തൊട്ടടുത്ത നമുക്ക് മനുഷ്യർക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സമയത്ത് പലരോട് ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ സെക്ഷൽ കണക്ഷൻ തോന്നുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്റെ അഭിപ്രായമല്ല. നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക്, അതായത് ഒരു ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് ഒരു റിലേഷൻ കൊണ്ടുപോകണമെന്നില്ല. നിങ്ങൾ ഇറങ്ങുന്നു. ആ പീരീഡ് ഞങ്ങൾക്ക് ഒരു ദിവസത്തിൽ തന്നെ പല പ്രാവശ്യം ആവുന്നല്ലേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വക്കീലിനോട് ചോദിക്കാം. പാർട്ട്ണർ ഉണ്ടോ? പാർട്ട്ണറുണ്ട്. എത്ര പാർട്ട്ണറുണ്ട്? എങ്ങനത്തെ പാർട്ട്ണറാണ്? സ്ട്രെയിറ്റ് ആണോ, ഗേ ആണോ, ലെസ്ബിയൻ ആണോ, എന്താണ്? ഞാൻ ബൈയാണ്. ബൈസെക്ഷൽ ആണ്. എനിക്കൊരു ലേഡി പാർട്ട്ണറുണ്ട്, ജെൻ പാർട്ട്ണർ. ഓക്കെ, നിലവിൽ ഈ 2 പേരും ഉണ്ടോ എന്നാണ് എന്റെ നിലവിൽ 2 പേരും. ഓക്കെ, എങ്ങനെ ഇവരെ 2 പേരെ മാനേജ് ചെയ്യുന്നു? അപ്പൊ മറ്റേ ആൾക്ക് ഇയാളോട് നീ കുറച്ച് കണക്റ്റഡ് ആകുമ്പോൾ ഇയാൾക്കൊരു പൊസസീവ്നെസ്സോ ആ ഒരു സംഭവം, അതായത് പൊസസീവ്നെസ് അങ്ങ് കട്ട് ചെയ്താൽ മതി. ഈഗോയുടെ ഭാഗങ്ങളൊക്കെ അങ്ങ് കട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് ഉള്ള കെയറിങ്, നിങ്ങൾക്കുള്ള ഹോസ്പിറ്റാലിറ്റി, നിങ്ങൾക്കുള്ള എല്ലാ സംഭവങ്ങളും കിട്ടുന്നുണ്ടോ? തുല്യ അളവ് തന്നെ. അതായത് വക്കീൽ പറയുന്നത്, അതായത് ഒരു വ്യക്തിയുടെ സ്വഭാവം അവരോട് എങ്ങനെയാണോ എന്ന് കണ്ട് അത് സ്ത്രീ പുരുഷ ഭേദമന്യേ അവർ താല്പര്യം, അത് അവരുടെ ചോയ്സ് ആണ്. ആ ചോയ്സിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത്. ഏതൊരു മനുഷ്യനും അവരുടെ ചോയ്സ് ആണ്. അവരെന്താകണം, അവരുടെ സെക്ഷുവാലിറ്റി എന്താകണം അവരാണ് തീരുമാനിക്കുന്നത്. അവരുടെ താല്പര്യവും ചോയ്സും ആണ്. പക്ഷെ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയോ ചോദ്യം ചെയ്യുമ്പോഴാണ് തെറ്റാവുന്നത്. അത് ചെയ്യുന്നില്ല. ആരും അങ്ങോട്ടും കൂടെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ അതർ ദാൻ സെക്ഷുവാലിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ, എൻ്റെ ഒരു പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അയാളിൽ ഞാൻ ഭയങ്കര ഡിപ്പെൻഡൻ്റാ. അല്ലെങ്കിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ചോറുണ്ടോ ഞാൻ വിളിച്ച് ചോദിക്കും. കാരണം അയാളുടെ ഹെൽത്തിനെ പറ്റി ഞാൻ കൺസേണാണ്. അല്ലെങ്കിൽ വൈകുന്നേരം എപ്പോഴാണ് വരുന്നത്, അല്ലെങ്കിൽ വരുമ്പോൾ അത് കൊണ്ടുവരും ഇത് കൊണ്ടുവരും. അതായത് എൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ അയാളിലേക്കും കൂടി കൊടുക്കുകയാണ്. സ്നേഹം എന്ന രൂപത്തിലാണെങ്കിലും, ഇല്ലെങ്കിൽ അയാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുകയാണ്. പൈസ എന്ന രൂപത്തിലാണെങ്കിലും, ഇല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ വരുമ്പോൾ ഒരു ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കൽ, ഞാൻ മേടിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ കൂടിയ സാധനങ്ങൾ ഞാൻ അയാൾക്ക് മേടിച്ച് കൊടുക്കൽ, പരസ്പരമുള്ളൊരു കണക്ഷൻ ഉണ്ടല്ലോ. അതാണ് ഞാൻ പാർട്ട്ണർഷിപ്പ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ പാർട്ട്ണർ വിളിച്ചിട്ട് ചോറുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ പറ്റും. അത് ഡിപ്പെൻസ് അല്ലേ? ഇപ്പൊ എടുക്കേണ്ട ആവശ്യം. ഇപ്പൊ നമ്മുടെ ഷോയിലല്ലേ അതൊരു പോയിന്റ് ആണ്. ഇപ്പൊ ഞാൻ അയാൾ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ ഇറങ്ങിയിട്ട് ഫസ്റ്റ് കോൾ അയാൾക്ക് ചെയ്യും. ഫസ്റ്റ് കോൾ അയാൾക്ക് കോൾ കട്ട് ചെയ്ത് അയാളെ സൈക്കോളജിയോ, അയാളുടെ സൈക്കോളജി, ഈ കോള് കട്ടായി കഴിഞ്ഞാൽ അയ്യോ 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 ഈ ഒരു സാധനം ഇല്ലേ? പക്ഷെ നമ്മൾ അറിയിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഇന്ന സമയത്ത് ഇന്നതായിരിക്കും. ഞാൻ അറിയിക്കുന്നതിനൊക്കെയാണ് ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഇന്നതായിരിക്കും. ഞങ്ങളും അറിയിക്കുന്നുണ്ട്. അല്ല, ഈ നമ്മളും അറിയിക്കുന്നുണ്ട്. നമ്മളെ പാർട്ട്ണർക്കും എല്ലാം അറിയാം. പക്ഷെ അതൊരു റീല് വഴിയായിരിക്കും. ഇങ്ങനെ തന്നെ അറിയിച്ചോണം എന്നൊക്കെ ആരാണ് ഈ റൂളൊക്കെ ഉണ്ടാക്കുന്നത്? നേഹയ്ക്ക് പാർട്ട്ണർ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, പറയൂ. നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് എങ്ങനെ മുന്നോട്ട് പോകുന്നു? എങ്ങനെയാണ് ആ ഒരു ഡീല്, കമ്മിറ്റ്മെന്റ്? അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു. ഗിവ് ആൻഡ് ടേക്ക് എങ്ങനെയാണ്?
നിങ്ങൾ എന്ത് ഗീവൻ്റെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? അതായത് വിളിച്ചിട്ട് ഞാൻ ഇന്ന സ്ഥലത്താണ്, ചേട്ടാന്ന് വേണ്ട, ഓക്കെ, അല്ലെങ്കിൽ നാളെ എന്താ പരിപാടി, അല്ലെങ്കിൽ ഇപ്പൊ സുഖാണോ, എനിക്കൊരു പാർട്ട്ണർ ഉണ്ട്, പക്ഷേ അത് ആരാണോ എന്താന്ന് വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു പാർട്ട്ണർ, ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് രണ്ടുപേരും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഒരാൾ മറ്റൊരാളുടെ ട്രസ്റ്റ്, വിശ്വാസമാണ് ഇത്. എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം, നമ്മളെ മനസ്സിലാക്കുന്ന സ്വാതന്ത്ര്യം, ഇതാണ്. നമ്മുടെ കരിയർ കയറി വരുന്ന അയാൾ ആഗ്രഹിക്കുന്നുണ്ടോ, നമ്മൾ തിരിച്ച് അയാളുടെ കരിയറിന്റെ ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ടോ, ഇതെല്ലാം ഒരു റിലേഷൻഷിപ്പിൽ. ഇവിടെ എന്താണെന്നറിയോ നിങ്ങൾ ഗ്രഹിക്കാത്തത്? നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ ഷെഡ്യൂളിംഗ് ഒക്കെ ഞാനും എൻ്റെ പാർട്ട്ണർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ കൊടുക്കുന്ന ആ ഫോൺ ത്രൂ എപ്പോഴും കൊടുക്കുന്ന അതുപോലെയല്ല എൻ്റെ ഷെഡ്യൂൾ. രാവിലെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കരിയറിൻ്റെ ഷെഡ്യൂളാണല്ലോ, അതങ്ങ് അയച്ചു കൊടുത്ത ഒരു മെസ്സേജ് ആയിട്ട് അയച്ചു കൊടുത്താൽ ഓക്കെ, ഇതിൻ്റെ ഗ്യാപ്പുകളിലൊക്കെ ഞാൻ ഫ്രീ ആയിരിക്കുന്ന അയാൾക്ക് അറിയാം. അപ്പം ഈ ഗ്യാപ്പുകളിൽ അയാൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇല്ലെങ്കിൽ രാത്രി വരുമ്പോൾ എന്തായാലും കിട്ടുന്നുണ്ടല്ലോ. രാവിലെ പോകുമ്പോൾ കിട്ടുക, രാത്രി വരുമ്പോൾ കിട്ടുന്നുണ്ടല്ലോ. അതല്ല, മറ്റേ പാർട്ട്ണർക്ക് ഈ പാർട്ട്ണറായിട്ടുള്ള ഈ റിലേഷൻ ഈ പാർട്ട്ണർക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എന്റെ ചോദ്യം. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെങ്കിലോ? രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായിട്ട് അവര് ഫ്രണ്ട്സാണ്, അവര് നല്ലവണ്ണം ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരുമാണ്. സ്ത്രീകൾക്ക് ആഗ്രഹങ്ങളുണ്ട്, സ്ത്രീകൾക്കും ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, സ്ത്രീകൾക്ക് സാറ്റിസ്ഫാക്ഷൻ വേണം. സോ ഡെഫിനറ്റ്ലി അത് ഒരു പാർട്ട്ണർക്ക് തരാൻ പറ്റുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പെണ്ണും മറ്റൊരു പാർട്ട്ണർ തടി പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല. ബിക്കോസ് സ്ത്രീകൾക്കും ഉണ്ട് ഓർഗാസം, സ്ത്രീകൾക്കും ഉണ്ട് വേണം സാറ്റിസ്ഫാക്ഷൻ. എൻ്റെ പാർട്ട്ണർ വേറൊരു പാർട്ട്ണർ മീൻസ് അയാൾക്ക് വേറൊരു കല്യാണം കഴിഞ്ഞു. ഓക്കെ, കല്യാണം കഴിഞ്ഞ സമയത്ത് അയാൾ പോയി. എല്ലാവരും എന്നോട് ചോദിച്ചു, നീ എങ്ങനെ സഹിക്കുന്നു, നീ എങ്ങനെ ഇതാകുന്നു? ഞാൻ ചോദിച്ചു, എന്ത് സഹിക്കണം, എന്ത് ഇതാകണം? അവൻ വേറെ ഒരാളെ ഇതാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അവൻ പോയി, ലൈഫിന്നേ പോയി. ഒരു കാര്യത്തിനുള്ള വിഷമിക്കേണ്ട. ഇപ്പം പാർട്ട്ണർ പിരിഞ്ഞു പോയി, പാർട്ട്ണർ വേണം ഇവക്കിട്ട് ഒരു പണി കൊടുത്തിട്ട് പോയാൽ അതൊക്കെ ചോദ്യം ചെയ്യാം. ഇവളെപ്പറ്റി മോശം പറഞ്ഞിട്ട് പോയി ഇവർക്ക് ചോദ്യം ചെയ്യാം. വിഷമം എന്നല്ല, അവര് നഷ്ടപ്പെടുന്നില്ലല്ലോ. നമുക്ക് നഷ്ടപ്പെട്ടതായിട്ടൊന്നും ഇല്ല. അവര് നമുക്ക് തരേണ്ടതും നമ്മൾ കൊടുക്കുന്നതും ഒക്കെ ഇപ്പോഴും ഉണ്ട്. സൊസൈറ്റിയിൽ എന്തിനെയോ ഒന്ന് നിങ്ങൾ പേടിക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ ചോദ്യം ചെയ്തു വരുന്നത്. നമ്മളൊക്കെ എല്ലാവരും ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ടാണ്, അല്ലെ നമ്മളോട് ക്വാറൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. നമ്മളെല്ലാവരും സൊസൈറ്റിയുടെ ഭാഗമല്ലേ, അപ്പൊ കുറെയൊക്കെ നമ്മൾ സൊസൈറ്റിനെ കണ്ടുകൊണ്ടും കൂടി വേണ്ടേ ജീവിക്കാൻ. എന്തിനാണ് നിങ്ങൾ സൊസൈറ്റിനെ കണ്ട് ജീവിക്കുന്നത്? നിങ്ങൾക്ക് അരി കൊണ്ടു തരുന്ന സൊസൈറ്റിയാണോ? വേറെ ഒരാൾ കൊണ്ടു തന്നിട്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്? ജോലി നിങ്ങൾക്ക് വേറെ ഒരാൾ ചെയ്തു തരാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്കൊന്നും അവരുടെ അടുത്തുനിന്ന് ഒന്നും ഇങ്ങോട്ട് കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ. നിങ്ങൾ അവരെ അനുസരിക്കണോ? ഈ സൊസൈറ്റി എന്ന് പറയുന്നതിൽ എൻ്റെ അച്ഛൻ വരും, എൻ്റെ അമ്മ വരും, ഇല്ലേ? അച്ഛനും എൻ്റെ മകള് വലുതായിട്ട് ഈ ഒരുമാതിരി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് വിഷമം തന്നെയാണ്. ഇപ്പൊ എന്റെ ഫ്രീഡത്തിന് എന്റെ ഇൻഡിവിജ്വൽ ചോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പലതും കാണിച്ചു കൊടുക്കാം. മകൾ വളർന്നു വരുന്ന മകളുടെ ചോയ്സ് ഇതാണെന്ന് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളുടെ ഇൻഡിവിജ്വൽ ചോയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാനുള്ള ഫ്രീഡം നമ്മുടെ കൺട്രി തന്നിട്ടുണ്ട്. പക്ഷെ അത് മറ്റൊരാളെ വേദനിപ്പിക്കുന്നില്ലേ? ഞാനിപ്പോ എന്റെ ചോയ്സ് മറ്റതാ മറിച്ചെന്ന് പറഞ്ഞ് നടക്കുമ്പോ എന്റെ അച്ഛനും അമ്മയ്ക്ക് അത് വേദനിക്കുന്നുണ്ട്. ഈ അച്ഛനും കൂടി ഉൾപ്പെടുന്നതാണ് സൊസൈറ്റി. അതാണ് അമ്മയും തന്നിട്ടുള്ള സാധനമായിരിക്കും നമുക്കും ഉണ്ടാവുക. ആ അച്ഛനും അമ്മയും എങ്ങനെയാണോ നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നത്, അവരെങ്ങനെയാണോ പറഞ്ഞു തന്നത്, ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ ഒരു ഏജ് ആകുമ്പോഴാണ്. അതുവരെ നമുക്ക് അച്ഛനും അമ്മയും തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളെ സൊസൈറ്റിയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളും. അതുവരെ നമ്മൾ ജീവിച്ചത് തന്നെ ജീവിച്ച് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളത് പറയാൻ പറ്റില്ല. അതില്ല, അത് ഓരോരുത്തരുടെ ചോയ്സ് ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും. അപ്പൊ പിന്നെ അച്ഛനും അമ്മേനും ചോയ്സിനനുസരിച്ചിട്ടല്ലല്ലോ അപ്പൊ നമ്മൾ ജീവിക്കുന്നത്. അച്ഛനും അമ്മയും എന്ത് അനുഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. സൊസൈറ്റി എന്ന് പറയുന്ന കുറെ കൂട്ടം ആളുകൾ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവരെ തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് സൊസൈറ്റി പേടിക്കുന്നു നമ്മളെ. അങ്ങനെ പറഞ്ഞു വരുന്നത് ലോകത്തിലെ എല്ലാ ആളുകളും ഇങ്ങനെയാകണം, സെക്ഷൽ ഓറിയന്റേഷൻ അങ്ങനെയാണോ നമ്മൾ പറയുന്നില്ല. ഞങ്ങൾ പറയുന്നത് അവരവർക്ക് അവരവരുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാം, സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ പരസ്പരം ചോദ്യം ചെയ്യാതിരിക്കുക. ഞാൻ ജീവിക്കുന്നത് എന്റെ ചോയ്സിലാണ്. അപ്പം അതേപോലെ ഓരോരോ കുട്ടിയും ജീവിക്കുന്നതും അവനവന്റെ ചോയ്സിലാവണം. ഓക്കെ, നിങ്ങളുടെ ചോയ്സിന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ടേം ഇട്ട് തന്നിട്ടില്ല. ഞാൻ എന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്നെ കുലസ്ത്രീ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഒരു ടാഗ് ചെയ്യാണ്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് ചോദ്യം പ്രത്യേകിച്ച് ഒരു പേര് ഞാൻ ഇട്ട് തന്നില്ലല്ലോ. ഇത്ര നേരം ഇവിടെ ഇരുന്നിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? പേരിടാനില്ലാത്തത് കൊണ്ട് നമ്മളെ പേരിട്ടിട്ട് വിളിക്കുന്നുണ്ട്. നിങ്ങൾ ആക്ടിവിസ്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചിരുത്തുന്നത്, അല്ലെങ്കിൽ അതിനൊക്കെ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. സ്ത്രീക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പെണ്ണും പുരുഷനും ഫെമിനിസ്റ്റ് ആവാം. അത് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഫെമിനിസ്റ്റ് എന്ന ടേം ഇട്ട് വിളിക്കുമ്പോൾ ഞാൻ ഇതുവരെ ഒരു സ്ഥലത്തും ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ എല്ലാവർക്കും വേണ്ടി സംസാരിക്കും. ഇത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മനുഷ്യർ എവിടെ ആര് ചൂഷണം ചെയ്യപ്പെടുന്നു അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു വ്യക്തിയാണ്. പക്ഷെ ഒരു പെണ്ണ് വന്നിരുന്ന സമൂഹത്തിൽ പറയുമ്പോൾ വെറുതെ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ്
മുദ്ര കുത്തും. എന്നിട്ട് അങ്ങോട്ട് പറയാൻ അനുവദിക്കത്തില്ല. അതുപോലെ ബോൾഡ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മളെ കണ്ടിട്ട് നമ്മളൊന്ന് ഇമോഷണൽ ആയി കഴിഞ്ഞാൽ അയ്യേ പറയും. അതെന്താ ബോൾഡിന് ഇമോഷണൽ ആവാൻ പാടില്ലേ? ടോപ്പിക്കിലേക്ക് വരുമ്പോൾ എൻ്റെ ഒരു സംശയം ചോദിക്കുകയാണ്. ഈ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിന്റെ കാര്യം പറഞ്ഞു. അതായത് ഒരേ സമയം തന്നെ നമുക്ക് 2-3 പേരോട് സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടാം, പ്രശ്നമില്ല. പക്ഷെ അതൊക്കെ ഈ HIV അങ്ങനത്തെ കുറെ കാര്യങ്ങളില്ലേ, സെക്ഷൽ ഡിസീസ് ഉപയോഗിച്ചാൽ പോരെ. 5 രൂപേന്റെ പ്രശ്നത്തിന് തീരേണ്ട പ്രശ്നം നിങ്ങൾ എടുത്തിട്ട് ചർച്ചയിൽ 50 പ്രാവശ്യം അതിൽ തീരുമോ? തീരണമല്ലോ, അതിൽ തീരണോ? അല്ലെങ്കിൽ മാത്രമല്ല ബാക്കി എന്തെങ്കിലും. ഇപ്പൊ എന്റെ ഒരു പാർട്ട്ണർക്ക് എന്തെങ്കിലും അസുഖമുണ്ട്, സ്കിൻ ഡിസീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അയാളായിട്ട് റിലേഷൻഷിപ്പിലാണ്, സെക്ഷൽ റിലേഷൻഷിപ്പിലാണ്, അത് കഴിഞ്ഞിട്ട് മറ്റയാളുടെ കൂടെ പോകുന്നു, ഇതങ്ങോട്ടൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യല്ലേ? ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 24 മണിക്കൂർ ഒരാളെ കൂടെ സെക്സ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എന്താ ഈ പറയുന്ന പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അന്നേരം 24 മണിക്കൂർ സെക്സ് ചെയ്താലേ ഒരാളുടെ സ്കിൻ ഡിസീസ് പകരുള്ളൂ? ഒരു പ്രാവശ്യം പോലും സെക്സ് ചെയ്യാത്ത പാർട്ട്ണർഷിപ്പ് മനസ്സിലായോ? മൾട്ടി സെക്ഷൽ പാർട്ട്നേഴ്സിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈ ഒരു മൾട്ടി സെക്ഷൽ പാർട്ട്ണർ ആവണം എന്നില്ല. ഞാൻ ബൈയാണ്. ഞാൻ ബൈ എന്നുള്ളതിന്റെ അർത്ഥം ഒരു പാർട്ട്ണറോട്, ഈ 2 പാർട്ട്ണർ എനിക്കുണ്ട്, ഈ 2 പാർട്ട്നേഴ്സിനോട് ഞാൻ സെക്സ് ചെയ്തോണമെന്ന് പോലും നിർബന്ധമില്ല. ഓക്കെ. മൾട്ടി സെക്ഷൽ പാർട്ട്നേഴ്സ്, MSP പോലെയുള്ള മൾട്ടി സെക്ഷൽ പാർട്ട്നേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ സെക്സ് നടന്നാൽ ഉണ്ടാവും. അതുപോലെ STD ആയിക്കോട്ടെ, അതുപോലെയുള്ള കുറെ ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു സാധാരണക്കാരി എന്ന നിലയിൽ എന്റെ ഒരു സംശയം ഇതായിരുന്നു. ആക്ച്വലി ഇപ്പോഴാണ് നമ്മൾ പല ആളുകളുടെ കൂടെ പോയി സെക്സ് ചെയ്യുന്നില്ല. ഒരു ഇഷ്ടം ഒരാളുടെ തോന്നുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാരക്ടർ ആവാം, അവർ നമ്മളെ കരുതുന്ന രീതിയാവാം. ഒരുപക്ഷെ ഒരാളുടെ കൂടെ ഒരു മുറിയിൽ സ്പെൻഡ് ചെയ്താൽ ഇവിടെ സെക്സ് നടക്കണമെന്നില്ല. പടം കണ്ടോണ്ടിരിക്കാൻ, സിനിമ കാണാം, മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ഞാനൊക്കെ ഇന്റലക്ച്വലി ഒരാളോട് അട്രാക്റ്റഡ് ആവുന്നത് അയാളോട് വളരെ വൈസായിട്ട് സംസാരിക്കും. കുറേ നേരം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ആ ആകാശം നോക്കൂ, അതിനെന്തൊരു നീല കളറല്ലേ, ഇതെങ്ങനെയായിരിക്കും വരുന്നത്, ഈ മേഘം എങ്ങനെയായിരിക്കും മഴ പെയ്യിപ്പിക്കുന്നത്, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെ സമയം പോകുന്നുണ്ടാവുക. പക്ഷെ ഇത് പുറത്തു നിന്ന് അടച്ചിട്ട ഡോറ് കാണുന്നവൻ എന്ത് പറയും? അതിൻ്റെ ഉള്ളിൽ എന്തുവാ? ഈ പാർട്ട്ണർ എന്നുള്ളതിന്റെ മുമ്പിൽ നമ്മൾ പ്രിഫിക്സ് എന്തെങ്കിലും ചേർക്കണം അല്ലേ? സെക്ഷൽ പാർട്ട്ണർ, ഇന്റലക്ച്വൽ പാർട്ട്ണർ. ഇപ്പൊ പാർട്ട്ണർ ചേർക്കേണ്ട കാര്യമില്ല. നാട്ടുകാർ എന്താ ചിന്തിച്ചാലും നമുക്ക് പ്രത്യേകിച്ച്. പക്ഷെ നാട്ടുകാരല്ലേ ഇപ്പൊ എന്താ പാർട്ട്ണർ എന്ത് ചെയ്യുന്നു, പാർട്ട്ണറിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോ ഒരൊറ്റ ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ പാർട്ട്നേഴ്സിനോട് ഇഷ്ടപ്പെടുന്നത് എന്താണെന്നറിയാമോ? അവരോട് നമ്മൾ അങ്ങോട്ടേക്ക് നമ്മുടെ കാര്യങ്ങൾ പറയുക, അവരവരുടെ കാര്യങ്ങൾ പറയുക, മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ, അതാണ് പാർട്ട്ണർ. അത് ഹോസ്പിറ്റാലിറ്റി ആൻഡ് കെയറിംഗ്. പിന്നെ സെക്സ് എന്ന് പറയുന്നത് രണ്ടാമത്. ഞാൻ പറയുന്നത് വളരെ, ഞാൻ എന്റെ പാർട്ട്നേഴ്സിനോട് അവർക്ക് ഒരു സ്കിൽഡ് ആയിരിക്കും അവര് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ. അപ്പം അവർ ഇന്റലക്ച്വലി സ്കിൽഡായ ആ ഒരു പാർട്ടിനെ, ഒന്നെങ്കിൽ അത് സൈക്കോളജി ആയിരിക്കും സബ്ജക്റ്റ്, അങ്ങനെ സബ്ജക്റ്റുകളിലൂടെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സിമ്പിൾ ആയിട്ട് ചോദിക്കട്ടെ, നമ്മളിപ്പോൾ പരിചയപ്പെടുന്നു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറയുന്നു, പാർട്ട്ണർ എന്താ ചെയ്യണേ? പാർട്ട്ണറിന്റെ പേരെന്താ? എന്തായിരിക്കും ആൻസർ? പാർട്ട്ണറിന്റെ പേര് ഞാൻ പറയില്ല, കാരണം അവർക്ക് ജീവിതമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ജീവിതമുണ്ട്. പാർട്ട്ണർ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആള് ഡിഫൻസിലാണ് എന്ന് പറയേണ്ടി വരും. ഐ മീൻ ഏത് പാർട്ട്ണറിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്? ഞാൻ മെയിൻ പാർട്ട്ണറിന്റെ കാര്യം പറയും. അവിടെ ഒരു ക്ലാരിറ്റി വേണ്ടേ? അപ്പൊ ഞാൻ പറയുന്നത് ഈ ഡിഫൻസിലുള്ള ആളെ ഇന്റലക്ച്വൽ ആയിട്ട് അയാൾക്കുള്ള സ്കില്ല് കൊണ്ടാണല്ലോ അയാൾ ഡിഫൻസിൽ. അറിയാലോ 3 ഡിഫൻസ് ഇതിലാണുള്ളത്. അതിൽ എയർഫോഴ്സ് ഉണ്ട്, ഈ മിലിറ്ററി ഉണ്ട്, ഈ നേവി ഉണ്ട്. ഈ 3ലും കിട്ടണമെങ്കിൽ എന്തോരം നല്ലോണം എക്സാംസ് എഴുതണം. പിന്നെ അതിൽ തന്നെ 20 years പാർട്ട്ണറിനെയാണ് പാർട്ട്ണറായിട്ട് കരുതുന്നത്. അല്ല, 2 പേരും പാർട്ട്ണർ തന്നെയാണ്. സ്ത്രീ പാർട്ട്ണറും പാർട്ട്ണർ തന്നെയാണ്. അവരും അവരുടേതായിട്ടുള്ള. സോ യു ആർ ബൈസെക്ഷൽ. ഈ ബൈസെക്ഷൽ എന്നുള്ള ടേമിൽ തന്നെ സെക്സ് ഉണ്ട്. ആരാണ് ഇത് പറയുന്നത്? അങ്ങനെ ഇല്ല. ഐഡന്റിറ്റി ബൈസെക്ഷൽ എന്നുള്ള അറിയില്ലാത്തതുകൊണ്ട് ചോദിക്കാനോ. ബൈസെക്ഷൽ ആ ടേമിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു. ബൈസെക്ഷൽ എന്ന് പറഞ്ഞിട്ട് 2 പാർട്ട്നേഴ്സ് ഉണ്ട്. സെക്ഷൽ എന്ന് പറഞ്ഞാൽ, സെക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലിംഗം പറയുന്നില്ലേ, ഫീമെയില് മെയില്, അത്രേ ഉള്ളൂ. ഈ സെക്സ് എന്ന് പറയുന്നതിന്റെ അവിടെ സെക്സ് എന്ന് എഴുതുന്നത് നിങ്ങൾ പോയിട്ട് കിടന്നതിന്റെ എണ്ണമാണോ നിങ്ങൾ? അതാണ് ബൈസെക്ഷൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ. ഈ ബൈസെക്ഷലിൽ ഒരു പാർട്ട്ണർ നമുക്ക് സെക്ഷൽ കമ്പാറ്റ് അതുണ്ടാവും, മറ്റേത് ഇന്റലക്ച്വൽ ആവാം. അല്ല, രണ്ട് ഇന്റലക്ച്വൽ. അനുപമ ഒരു വ്യക്തിയോടുള്ള സെക്സ് ആണെങ്കിൽ തന്നെ എന്ത് കുന്തം പോയി ചെയ്താലും ആദ്യം വേണ്ടത് അവരെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. സെക്സ് ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്. കല്യാണത്തിലും അങ്ങനെയാണ്. ജസ്റ്റ് താഴെ പോകുന്നൊരു സാധനം, 10 മിനിറ്റത്തെ സുഖം, ടു ബി ഫ്രാങ്ക്. അത് സെക്സ് ഇസ് നോട്ട് സെക്സ് അങ്ങനെ മാത്രം പറയരുതേ. 10 മിനിറ്റത്തെ സുഖം എന്നൊക്കെ പറയുമ്പോൾ സെക്സ് അങ്ങനെയാണെന്ന് ഞാൻ പറയേ. കാരണം സെക്സിൽ ഡോപാമിൻ ക്രിയേഷൻ ഉണ്ട്.
സെക്സിൽ ഡോപാമൈൻ ക്രിയേഷൻ വരുമ്പോഴത്തേന് അവിടെ ഒരു വിസ്ഡം ഓഫ് ഫ്രീഡം കിട്ടും. അല്ല, വിസ്ഡം കിട്ടും. വിസ്ഡത്തിന് ഭയങ്കര വിസ്ഡത്തിലൂടെ പിടിച്ചു കയറാൻ പറ്റും. വിസ്ഡത്തിന് ഭയങ്കര ഫ്രീഡമാണ് നിങ്ങൾക്ക് കിട്ടുക. ലൈഫിൽ നിങ്ങൾ അത്രയും പുക പിടിച്ച പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഇരിക്കുകയായിരിക്കും. നിങ്ങൾക്ക് ട്രോമാസ് ഉണ്ടാവും. നിങ്ങൾ ഇതൊക്കെ ഒരു 10 മിനിറ്റ് മറന്നിട്ട് നിങ്ങൾ ആ ലോകത്തെ അല്ലാതെ നിങ്ങളെ സോളിനെ ഇങ്ങനെ പറത്തി വിടുന്ന ഒരു സംഭവമാണ് സെക്സ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. അതിനോട് ഞാൻ യോജിക്കുന്നു. ഞാൻ ജസ്റ്റ് പക്ഷെ ഈ 10 മിനിറ്റ് വളരെ ഇതായിട്ട് എന്നെ ആരോ ഒന്ന് വിളിക്കുന്ന കേട്ടിട്ടുണ്ട്, പാപത്തിന്റെ സന്തതിയും. ഈ പാപത്തിന്റെ സന്തതി ഒന്നുമല്ല. എൻ്റെ അമ്മയും വായും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രേമിച്ചപ്പോൾ ഞാൻ ഉണ്ടായി. അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചൈൽഡായിട്ട് ഞാൻ വളർന്നു വരുന്നു. ഇപ്പോഴും വളരെ ബ്യൂട്ടിഫുൾ ആയി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലൊരു മനുഷ്യനാവണമെന്ന് ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. ഇത്രയും നല്ലോണം ലൈഫ് ജീവിക്കുന്ന നമ്മളൊക്കെ വന്ന് പാപത്തിന്റെ സന്തതി എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഞാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതാണ് സെക്സ് എന്ന് പറഞ്ഞാൽ. അതൊന്നും അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ പാർട്ട്നേഴ്സിനോട് ഞാൻ സെക്സ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അംഗീകരിച്ച് തരണം. മാത്രമേ ഞാൻ പറയുന്നത്. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നു. കാര്യങ്ങൾക്ക് മറ്റേ കുട്ടി ഉണ്ടാവണമെങ്കിൽ കല്യാണം കഴിക്കേണ്ടെന്ന് പറയുന്ന പോലെയാണ്. പൊട്ടൻസി ഉണ്ടായാൽ മാത്രം മതി. അതുപോലെയാണ് സെക്സ് നടക്കാൻ പാർട്ട്ണറോട് തന്നെ സെക്സ് നടക്കണം എന്നില്ല. വളരെ ബ്യൂട്ടിഫുൾ അതായിരുന്നു എനിക്ക് അറിയേണ്ടിയിരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ അല്ല, പാർട്ട്ണറേക്കാളും നല്ലോണം സെക്സ് ചെയ്യുന്ന ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ സെക്സിന് പോവാം. സാറ്റിസ്ഫാക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്രയേ ഉള്ളൂ. സാറ്റിസ്ഫാക്ഷൻ, എന്റർടൈൻമെന്റ്. ഇതൊരു എന്റർടൈൻമെന്റ് അല്ലേ? അതെ, പാർട്ട്ണറിന് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് സെക്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പാർട്ട്ണറെ കളയണമെന്നൊന്നുമില്ലല്ലോ. അല്ലേ? നിങ്ങൾ നല്ല പാർട്ട്ണറിനെ പുള്ളി കളഞ്ഞിട്ട് പൊക്കോളും, നമ്മൾ കളയണ്ട. അവരൊന്നും കളയില്ലാന്നേ. നമുക്ക് അതൊക്കെ ആളുകളുടെ മെന്റാലിറ്റിയുടെ മെന്റാലിറ്റി അല്ലേ? ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാ. 21ാം നൂറ്റാണ്ടിൽ കേരളം ഇല്ല. ഈ 21ാം നൂറ്റാണ്ടിൽ 2024 എനിക്ക് 2 പാർട്ട്ണറും ഉണ്ട്. എന്നെ കളഞ്ഞിട്ട് പോകും. അവർ അതേ മെന്റാലിറ്റി ആയതുകൊണ്ടാണ്. മെന്റാലിറ്റി അല്ല, അവർക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇത് അവർക്ക് തിരിച്ചു തരാൻ പറ്റുന്നു. സാധാ ഒരു പുരുഷനെ കല്യാണം കഴിച്ചിട്ട് ഞാൻ അയാളോട് പറയണം, നിങ്ങൾക്ക് എന്നെ സംതൃപ്തിയാക്കാൻ കഴിയുന്നില്ല, ഞാൻ ഒന്ന് അപ്പുറത്തെ ചേട്ടന്റെ കൂടെ പോയിട്ട് വരട്ടെ. കുലപുരുഷൻ സമ്മതിക്കോ? കുലപുരുഷൻ ചോദ്യം ചോദിക്കട്ടെ ഇതിന്. അതായത് ഈ ലോകത്തിൽ ഏതെങ്കിലും ഭർത്താവ് ഏതെങ്കിലും ഭാര്യമാരെ 100% സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ? അതും നിങ്ങൾ അങ്ങോട്ട് ചുരുക്കി കളയല്ല. ഇതൊന്നും ജനറലൈസ് ചെയ്യില്ല. ഉള്ളവരും പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഞാൻ പറയാം, കാരണം സ്ത്രീകൾക്ക് മൾട്ടിപ്പിൾ റീസൺസ് ആണ്. ഒരിക്കലും ഒരു പുരുഷന് ഈ ലോകത്തിൽ ഒരിക്കലും ഒരാണിന് ഒരു പെണ്ണിന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ചൊക്കെ മെന്റലിയാണ്. നമ്മളവർക്ക് ഒരാളോട് ഭയങ്കര സ്നേഹമുണ്ട്, ഭയങ്കര ഇമോഷണൽ കണക്ട് ഉണ്ട്, അയാൾ ഒരു ഉമ്മ തന്നവരെ അറിയൂ. അതാണ് സ്നേഹമാണ് എല്ലാത്തിന്റെ ആധാരം. അതെ, ഓർസം വരെ ഒരു പഠനം നടത്തിയ സമയത്ത് ഓർസത്തിൽ വരെ മറ്റേ എന്താ പറയാ പൈപ്പ് പിടിച്ചു, മറ്റേ ഹാൻഡ് ഷവറില്ലേ, അത് പിടിച്ചിട്ട് വരെ ചെയ്യുന്നവര്. അതുകൊണ്ടൊന്നും ജനറലൈസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ ഒന്നും ജനറലൈസ് ചെയ്യരുത്. അത് തന്നെയാണ് നമ്മൾ ആദ്യം തുടങ്ങിയിട്ട് നേഹ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ റീസൺ എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ് ആകാമോ എന്ന് ചോദിച്ചത്. പല രീതിയിലുള്ള പാർട്ട്ണർഷിപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിലും സ്ത്രീകൾക്ക് സ്വന്തം ഭർത്താവിൻ്റെ നിന്ന് കിട്ടണം നിർബന്ധമൊന്നുമില്ല. അതൊക്കെ സ്ത്രീകളുടെ താല്പര്യമാണ്. പക്ഷെ അതെല്ലാം കുടുംബജീവിതം നശിക്കാത്ത അണ്ടർസ്റ്റാൻഡിംഗ് പോയാൽ ഓക്കെ. ജനറലൈസ് കാരണം ഈ പറയുന്ന പോലെ പാർട്ട്ണർ എന്നുള്ള അവിടെ എല്ലാം ഉണ്ടാവും. ചിലപ്പോൾ പൊട്ടൻസി ഉണ്ടാവില്ല, ചിലപ്പം ഈ പറയുന്ന പൊട്ടൻസി ഇല്ലാത്ത പണ്ടൊക്കെ മച്ചി എന്നൊക്കെ വിളിച്ചിട്ടും ഈ പുരുഷൻ എന്താ പറയുക, പുരുഷനായിരിക്കും പൊട്ടൻസി ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാകും. പക്ഷേ അവന് ഡിവോഴ്സ് പാടില്ല, 2ാമത് കെട്ടണം, അല്ലെങ്കിൽ കൊച്ചുള്ളതിനെ കെട്ടിയിട്ട് വരും. അങ്ങനെ ഇവൻ്റെ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കും. പക്ഷെ നമ്മൾ മച്ചിയായിരിക്കും സ്ത്രീകൾ അനുഭവിച്ചോണം. അങ്ങനെയൊക്കെ ഇഷ്ടം പോലെയുള്ള ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വരുന്നത്. പക്ഷേ പൊട്ടൻസി ഇല്ല എന്നുള്ളതിന്റെ അർത്ഥം പാർട്ട്ണർ ഇല്ല എന്നാണോ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കാര്യമില്ല. എന്റെ പാർട്ട്ണർ വേറൊരു പെണ്ണിന്റെ പുറകെ വേറൊരു പെണ്ണിന്റെ സെക്ഷൽ റിലേഷൻ ഏർപ്പെടുക ചെയ്താൽ എനിക്ക് സഹിക്കില്ല. നിങ്ങൾക്ക് സഹിക്കില്ല, നിങ്ങൾക്ക് സഹിക്കരുത്. നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കുക, ഞാൻ എന്റെ കാര്യം നോക്കുന്നു, നെഹയുടെ കാര്യം നോക്കുക. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ. പക്ഷേ നമ്മുടെ കാര്യത്തിൽ അവരെ തലയിട്ടാൽ മാത്രം നമ്മൾ ഇന്റർഫിയർ. ഞാൻ പറഞ്ഞല്ലോ, നെഹയുടെ മൂക്ക് ഞാൻ തൊടാൻ പോയാലേ മാത്രമേ ഉള്ളൂ. അത് ക്രൈമാണ് എന്നാ. അത് വെറും തൊടലല്ല, എന്റെ മൂക്ക് നിങ്ങൾ വന്ന് തൊട്ടാൻ ക്രൈമാണ്. അതെ. ആ